നസ്കം ദേശീയ പാർട്ടി എന്നാണ് അവകാശപ്പെടുന്നതെങ്കിലും സ്വന്തമായി 10 ആളെ സംഘടിപ്പിക്കാനുള്ള ശേഷി അല്പമെങ്കിലും CPM-ന് അവശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. പണ്ട് ഭരിച്ചിരുന്ന ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ചുവപ്പ് കണ്ടാൽ നാട്ടുകാർ തല്ലുന്ന സ്ഥിതിയാണ് ഇപ്പോഴുമുള്ളത്. എന്നാൽ CPM-ന്റെ അവസ്ഥ തുത്തുകുണുക്കി പക്ഷിയെ പോലെയാണ്. ഈ ഭൂമി തന്നെ ചുറ്റുന്നത് തൻ്റെ തുത്തിൻ്റെ ബലത്തിലാണെന്ന് CPM കരുതുന്നു. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുകയാണ് CPIM. ഇക്കുറി ഡൽഹിയിൽ പാറ്റകൾ ഒരുമിച്ച് ചേർന്നപ്പോൾ അവരുടെ ഒപ്പം ഇവരും ചേരുകയാണ്. 10 പേര് ഒരുമിച്ച് കിട്ടിയപ്പോൾ കണ്ട ഒരാവേശം. മുണ്ടും മടക്കി പ്രത്യേക ആക്ഷനിൽ നമ്മുടെ ബ്രിട്ടാസും റഹീമുമൊക്കെ അണിനിരുന്നു. റഹീം ഈ കുട്ടികളുടെ സമരത്തിൻ്റെ ഭാഗമായി പറഞ്ഞ ഇംഗ്ലീഷ് മാത്രം കേട്ടാൽ മതി കേരളത്തിൽ ഡോക്ടറേറ്റുള്ള ആളുകളുടെ അവസ്ഥ അറിയാൻ. ആ കൂട്ടത്തിൽ വാഴക്കുലക്കാരി ചിന്താ ജെറോമിനെയും തലയിൽ വീട് ചുമക്കുന്ന ആർ ബിന്ദുവിനെയും കൂടി കൂട്ടിയാൽ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഈ സമരം ചെയ്യുന്ന പാറ്റകൾക്ക് പെട്ടെന്ന് പിടികിട്ടും. സമരം വിജയിച്ചപ്പോൾ തങ്ങളുടെ നേട്ടമാണ്, മോദിയെ വിറപ്പിച്ചത് തങ്ങളാണ് എന്നൊരു ഉളുപ്പമില്ലാതെ പറയുകയാണ് CPM-കാർ. CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ CJP-യുടെ നേതാക്കളും SFI നേതാക്കളും ഒരുമിച്ച് സംയോജിച്ച് ലയിച്ച് നേടിയ നേട്ടമാണ് എന്ന് ഒരു ഉളുപ്പമില്ലാതെ വിളിച്ചു പറഞ്ഞത് CPM-ന്റെ ദേശീയ സെക്രട്ടറി MA ബേബിയാണ്. CJP-യുടെ നേതാവ് അഭിജിത്ത്, അദ്ദേഹത്തോടൊപ്പം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് സജിയും JNU-ലെ ചെയർപേഴ്സണായിരുന്ന SFIയുടെ നേതാവ് ഐഷി ഘോഷും നിരാഹാര സത്യാഗ്രഹം നടത്തിയിരുന്നു. അവർ കൂടിയാലോചിച്ച് സമരത്തിന്റെ ഒരു ഘട്ടം വിജയകരമായി പര്യവസാനിച്ചു എന്നുള്ള നിലയിൽ അവരുടെ പ്രഖ്യാപനം നടത്തും. അപ്പൊ SFIയും CJP-യും ഏതാണ്ട് ലയിച്ചു പോകാവുന്നതാണെന്നുള്ള ഒരു സങ്കല്പം ഉണ്ട്. ഈ വീഡിയോ കൊണ്ട് ധാർമ്മിക രോഷം സഹിക്കാൻ കഴിയാതെ ഏഷ്യാനെറ്റിന്റെ കോർഡിനേറ്റിംഗ് എഡിറ്റർ വിനു വി ജോൺ പറഞ്ഞത് എട്ടുകാലി മമ്മൂഞ്ഞ് നാണിച്ച് ആ പദവി MA ബേബി ഏൽപ്പിച്ച് സ്ഥലം വിട്ടെന്നാണ്. ജോസഫ് സി മാത്യു എട്ടുകാലി മമ്മൂഞ്ഞ് MA ബേബിക്ക് രാജി കൊടുത്തിട്ട് പണി നിർത്തി പോകുമെന്നാണ് തോന്നുന്നത്. വാസ്തവത്തിൽ എന്തൊരു നുണയാണ് ഇവർ പറഞ്ഞത്. CPM-നെ എന്നല്ല കോൺഗ്രസിനെ പോലും സമരവേദിയിലേക്ക് ഈ സമരക്കാർ അടുപ്പിക്കുമായിരുന്നില്ല. ഇതിൽ പ്രത്യേക രാഷ്ട്രീയമോ മതമോ വരരുത് എന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും വരാം, എന്നാൽ ഒരു പാർട്ടിയുടെയും ലേബൽ അവിടെ അംഗീകരിക്കില്ല എന്നതായിരുന്നു ഇവരുടെ നിലപാട്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും അങ്ങോട്ട് പോവാതിരുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് എന്നതുകൊണ്ട് സമരക്കാർ സ്വീകരിക്കുമായിരുന്നില്ല. രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ ചേരുവ ചേർക്കപ്പെടാതെ യുവത്വത്തിൻ്റെ പ്രതീകമായി സകലരെയും ഒരുമിപ്പിക്കുന്ന വേദിയായാണ് CJP ഇതിനെ അണിനിരത്തിയത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സമാന്തരമായി പിന്തുണ അർപ്പിച്ചുകൊണ്ട് മോദിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയതും വാർത്താ പ്രാധാന്യം നേടിയതും. അതിനുള്ള ശേഷി CPM-ന് ഇല്ലാത്തതുകൊണ്ട് CPM-നെ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കുറ്റം പറയണം. ഈ നേട്ടം രാഹുലിൻ്റെയും കോൺഗ്രസിൻ്റെയും ആവുമോ എന്ന ഭയം CPM-ന് ഉള്ളതുകൊണ്ട് ഈ സമരം തന്നെ നടത്തിയത് തങ്ങളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കൂടെ അവർ രംഗത്ത് വരുന്നു. ആരെയും അടുപ്പിക്കാതെ CJP ഒറ്റയ്ക്കാണ് സമരം ചെയ്തത് എന്ന് പലതവണ സമരപ്പന്തലിൽ പോയിട്ടുള്ള കൊല്ലം MP NK പ്രേമചന്ദ്രൻ പറയുന്നത് ഈ സാഹചര്യത്തിലാണ്. MA ബേബിയുടെ അവകാശവാദത്തെ സംബന്ധിച്ച് ഞാൻ കേട്ടപ്പോ സത്യത്തിൽ അത്ഭുതകരമായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. ആ സമരകേന്ദ്രത്തിൽ 2-3 പ്രാവശ്യം പോവുകയും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ അവസരം ലഭിച്ച ഒരാളെന്ന നിലയിൽ എന്തായിരുന്നു ആ സമരകേന്ദ്രത്തിന്റെ സ്വഭാവം എന്നുള്ളത് അവിടെ പോയി നോക്കിയിട്ടുള്ള രാഹുൽ ഈശ്വറിനോട് ചോദിച്ചാൽ അറിയാം, ആർക്കും ബോധ്യപ്പെടുന്നതാണ്. ഞങ്ങൾ തന്നെ പോയ ഒരു ഘട്ടത്തിൽ അവർ പാർലമെന്റ് അംഗങ്ങളെയും പാർട്ടി നേതാക്കളെയും സംസാരിക്കുന്നതിൽ തന്നെ ഒന്ന് ഒഴിവാകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. കാരണം അത് കുറെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന ബോധ്യം വന്ന ഘട്ടത്തിലൊക്കെ തന്നെ അവർ അതിന് നിരോധനം ഏർപ്പെടുത്തി എന്ന് മാത്രമല്ല, വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ഒരു പാർട്ടിയും ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ അവസരം കൊടുക്കാത്ത നിലയിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ആ സമരകേന്ദ്രം അവർ ഇത്രയും ദിവസം കൊണ്ടുപോയത്. ആ സമരകേന്ദ്രത്തിൽ എല്ലാവരും പോയിരുന്നു, അതൊക്കെ ശരിയാണ്. SFI ഉണ്ടായിരുന്നു, പല സംഘടനകളും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമരത്തിന്റെ വിജയത്തിന് ആധാരമായിട്ടുള്ള കാരണം ഞങ്ങളും മുതലയമാശനും കൂടി ചേർന്നാണ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു വലിയ വിരോധാഭാസമാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ കുറെയെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ജൂലൈ മാസം 20-ാം തീയതി ആ കുട്ടികൾക്ക് നേരെ അതിഭീകരമായ മനുഷ്യത്വരഹിതമായ നിലയിലുള്ള മർദ്ദനം ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതാണ് ആ സമരവിജയത്തിന് ആധാരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാണ് എന്റെ വിശ്വാസം. അവിടെയാണ് ഈ ഗവൺമെന്റിന് ഏറ്റവും വലിയ തെറ്റുപറ്റിയത്. അടിച്ചമർത്തി സമരത്തെ പരാജയപ്പെടുത്താം, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്തി പരാജയപ്പെടുത്താമെന്നുള്ള മിഥ്യാധാരണക്കേറ്റ കനത്ത തിരിച്ചടിയാണ്.
ആ ജൂലൈ 20 ലാത്തിച്ചാർജിന് ശേഷമാണ് സത്യത്തിൽ ജൂലൈ മാസം 21 നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ നടത്തിയ അല്ലെങ്കിൽ വസതിക്ക് മുമ്പിൽ നടത്തിയ സമരം. ആ സമരത്തിനുണ്ടായ മാനം വളരെ വലുതാണ്. അതിന്റെ അർത്ഥം ഈ സമരവിജയം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നോക്കൂ CPM-ന്റെ ഗതികെട്ട അവസ്ഥ. നോട്ട് ആൻ ഇഞ്ച് ബാക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ റഹീമും ബ്രിട്ടാസും അടക്കമുള്ളവർ മുണ്ടും മടക്കി ഇങ്ങനെ നടക്കുന്ന ആ ഫോട്ടോ ഏറ്റവും അധികം ട്രോളിന് ഇരയായിട്ടുണ്ട്. ചിരിച്ചു മരിച്ചു എന്ന് പറഞ്ഞാണ് ആളുകൾ ഇത് ഷെയർ ചെയ്യുന്നത്. ബൈജു സ്വാമി ഇങ്ങനെ എഴുതി, ഫാസ്റ്റ് ബൗളേഴ്സ് ഹണ്ട് ഇൻ പേയേഴ്സ് എന്ന് പറയാറുണ്ട്. ലില്ലി ആൻഡ് തോമോ, വക്കാർ ആൻഡ് അക്രം, ഹോൾഡിംഗ് ആൻഡ് മാർഷൽ, ഇങ്ങനെ ലെജൻഡ്സ് ഹണ്ട് ചെയ്തിരുന്നത് പെയറായിട്ടായിരുന്നു. അതുപോലെ രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു മാർക്സ് ആൻഡ് എംഗൽസ്, നെഹ്റു ആൻഡ് ഗാന്ധി. പക്ഷെ ഒരു കാര്യം മറക്കരുത്, കോമഡി കഥാപാത്രങ്ങളും പെയറായിരുന്നു. പാച്ചു ആൻഡ് കോവാലൻ, കടലാസ് ആൻഡ് കന്നാസ്, അതുപോലെ ഒരു പെയർ ലുട്ടു ആൻഡ് ബ്രിട്ടു. ഇത്തരത്തിലുള്ള ട്രോളുകൾ ധാരാളം ഏറ്റുവാങ്ങുകയാണ് ഈ എട്ടുകാലി മമ്മൂഞ്ഞുമാർ. പ്രമോദ് കുമാർ എങ്ങനെ എഴുതി, മറ്റുള്ളവരുടെ തോളിൽ കയറിയിരുന്ന് വെടിപൊട്ടിക്കുക എന്നത് എത്രയോ കാലമായി കമ്മികളുടെ സ്ഥിരം പരിപാടിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് RSSനോടും ജനസംഘത്തിനോടൊപ്പമായിരുന്നു. UPA-യും കോൺഗ്രസിനെയും തകർക്കാനുള്ള BJP-യുടെ അണ്ണാ ഹസാര പ്രോജക്റ്റിൽ അയാളോടൊപ്പം ചേർന്നു. ഇതായിപ്പോൾ സർവ്വവും തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ പൊട്ട ഇംഗ്ലീഷും ഹിന്ദിയും പറഞ്ഞ് പാർട്ടിയുടെ പരാതങ്ങളായി നടക്കുന്നു. ജനവിരുദ്ധ ഭരണം മടുത്ത് കേരളത്തിൽ പ്രതിഷേധിച്ച ജൻസിയുടെ തല അടിച്ച് തകർത്തവർ, പോലീസിനൊപ്പം പാർട്ടി മിലീഷ്യകളെ ജൻസിയുടെ തലയടിച്ചു പൊട്ടിക്കാൻ ഇറക്കി വിട്ടവർ, ഒരു വർഷത്തോളം നക്കാപ്പിച്ച ശമ്പള വർധനായി സമരം ചെയ്ത ആശാപ്രവർത്തകരെ കാണാൻ കൂട്ടാക്കാതെ അവരെ പാട്ടപ്പിരിവുകാർ എന്ന് വിളിച്ചവർ, PSC പോലെയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ പോലും പിൻവാതിൽ പ്രാവർത്തികമാക്കിയവർ, സമരം ചെയ്യുന്നവരെയും എതിർക്കുന്നവരെയും ഭീകര വകുപ്പുകൾ ചുമത്തി ജയിലിലടച്ചവർ, അവർ ഇന്ന് പാർട്ടിയുടെ ചിറകിനടിയിൽ നിന്ന് കോമാളിത്തരം കാണിക്കുന്നത് കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനൊരു പൊഴപ്പ് എന്ന് ചോദിക്കാൻ തോന്നുന്നത്. 1989 തിയാനൻമെൻ സ്ക്വയറിൽ ആയിരക്കണക്കിന് സമാധാനപരമായി സമരം നടത്തിയ ചെറുപ്പക്കാരെ ടാങ്ക് കയറ്റിയും വെടിവെച്ചും കൊന്നുകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ ഒരക്ഷരം പോലും പറയാത്ത പാർട്ടിയാണ് ഇന്ന് ജൻസിയുടെ ചെലവിൽ വല്ലതും തടയുമോ എന്ന് നോക്കി നടക്കുന്നത്. നുഴഞ്ഞു കയറി ചെന്ന് പണി ചോദിച്ചു വാങ്ങുക എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുകയാണ് ഈ CPM എന്ന എട്ടുകാലി മമ്മൂഞ്ഞിമാരുടെ ഈ അവകാശവാദം. ഏഷ്യാനെറ്റ് ചർച്ചയിൽ ഇന്നലെ ജോസഫ് സി മാത്യു അത് കൃത്യമായി പറഞ്ഞു. CPM-നോ മറ്റേതെങ്കിലും പാർട്ടിക്കോ ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള ശേഷിയില്ല. അവർക്ക് ജനങ്ങളുടെ വിഷയം എന്താണെന്ന് തിരിച്ചറിയില്ല. പാർട്ടി പോലുമില്ലാത്ത പാറ്റകൾക്ക് ഇത്രയും വലിയൊരു സമരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ, ആ സമരം വിജയം നേടിയെങ്കിൽ, അതിന് കഴിയാത്ത CPM അടക്കമുള്ള പാർട്ടികൾ വലിയ പരാജയമാണ് എന്ന് സമ്മതിക്കുകയാണ് ഈ വിജയത്തെക്കുറിച്ച് ഇവർ വാതോരാതെ സംസാരിക്കുമ്പോൾ എന്ന് ജോസഫ് സി മാത്യു അടിവരയിട്ട് പറയുന്നു. വിനു, ഇത് വളരെ വലിയ തമാശയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യം അതാണ്, ഈ സംഘടനാ സംവിധാനം പോലും ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരു വിഷയം, ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കുന്നതിന്റെ കാരണം ആ ഉന്നയിച്ച വിഷയം ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ വിഷയമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പ്രാഥമികമായി ഈ അപവാദ പ്രചരണങ്ങളെ മുഴുവൻ അതിജീവിച്ച് ഇപ്പൊ വിദേശത്തുനിന്ന് ചാരനാണ്, പണം കൊണ്ടുവന്നാണെന്നൊക്കെ പറയാൻ വളരെ എളുപ്പമുള്ള ഒരാളായിരുന്നു അഭിജിത്ത് എന്ന് പറയുന്നത്. കാരണം അങ്ങനെയാണ് വന്നത്. അപ്പോൾ എന്നിട്ട് പോലും ഇത് നാട്ടുകാരത് ഗൗനിക്കാത്തതിന്റെ കാരണം അവരുടെ ഉള്ളിലുള്ള പ്രശ്നമാണിത്. ഈ പ്രശ്നം തിരിച്ചറിയാൻ ഇവിടത്തെ ഒരു പാർട്ടിക്കും കഴിയുന്നില്ല എന്നുള്ളത് സത്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ വളരെ വിമർശനാത്മകമായി കാണേണ്ടതാണ്. ഇപ്പൊ CPM ഒരു ചെറിയ പാർട്ടിയാണ്, ദേശീയ തലത്തിൽ ഒരു ചെറിയ പാർട്ടിയാണ് എന്ന് പറഞ്ഞാലും അതിലും ചെറിയ പാർട്ടിയായിരുന്നു CJP എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ വിഷയം ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. ഇവർക്ക് എന്താ സമരം ചെയ്യുന്നത്? ഇവർ വീണ വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതിനാണ് സമരം ചെയ്യുന്നത്. ഈ ജനറൽ സെക്രട്ടറി ഫ്രണ്ട് എഞ്ചിൻ ഓട്ടോറിക്ഷ പോലെ പോകുന്നത് നമ്മൾ കണ്ടല്ലോ, പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്നത്. ഏത് വിഷയത്തിൽ സമരം ചെയ്യണം എന്നുള്ളിടത്ത് അവരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ഏത് വിഷയം? ഇപ്പൊ ഇന്ന് കർത്ത പറയുന്നു, ഞാൻ 2 കമ്പനികൾ തമ്മിലുണ്ടായ കരാറല്ല ഇത്, ഞാൻ അച്ഛന് കൊടുക്കാൻ വേണ്ടി മോക്ക് കൊടുത്തതാണെന്ന് പറയുന്നു. വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഈ വിഷയത്തിൽ ഇവർ സമരം ചെയ്യുക. നമ്മുടെ ഇവിടുത്തെ ഒരു നേതാവ് ഇപ്പോഴും ജയിലിൽ കിടക്കുക. പക്ഷെ ഈ 21 കുട്ടികൾ മരിച്ചുപോയ, ഇനിയും ഒരുപാട് കുട്ടികൾ വലിയ മാനസിക വ്യതയിലായ ഈ പ്രശ്നം ഇവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല, ഈ നാടിന്റെ പ്രശ്നമാണെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുമില്ല. എന്നിട്ട് സംഘടനാ സംവിധാനമാണ്. ഇപ്പോൾ ഒരു ഇലക്ഷന് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ 1 വർഷം നീളുന്ന പ്രക്രിയയാണ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് കണ്ടെത്താൻ, തെറ്റുതിരുത്താനുള്ളത്. എവിടെ? അപ്പോഴത്തേക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരും. ഈ സംഘടനാ സംവിധാനങ്ങൾ കൊണ്ട് ജനങ്ങൾ മടുത്തു, അവർക്ക് സമയമില്ല.
അവരിതിനെല്ലാം കാത്തു നിൽക്കാൻ അവർക്ക് സമയമില്ല. അവരുടെ യഥാർത്ഥ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ വിഷയത്തോട് നേരത്തെ പ്രേമേന്ദ്രൻ പറഞ്ഞ പോലെ ഗീവ് ആൻഡ് ടേക്ക് ഇല്ലാതെ അതിനുവേണ്ടി അന്ത്യം വരെ പോരാടുന്ന ശക്തിക്ക് വേണ്ടിയാണ് അവർ കാത്തു നിൽക്കുന്നത്. അങ്ങനെ പോരാടാൻ വേണ്ടി ഈ ജനങ്ങൾ ഇറങ്ങിയത് കൊണ്ടാണ് ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ത്രസിച്ച പോലെ ഇതിന്റെ കൂടെ നിൽക്കുന്നത്. കഴിഞ്ഞ 12 വർഷം രാജ്യം ഭരിച്ച മോദിക്കെതിരെ ഒരു സമരം പോലും നയിക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസും CPM-ഉം ഇപ്പോൾ ഈ നേട്ടത്തിന്റെ പേരിൽ നെഞ്ചു വിരിച്ചു നടക്കുമ്പോൾ അവരോടൊക്കെ ചോദിക്കാൻ ഒന്നേ ഉള്ളൂ, അല്പമെങ്കിലും ഉളുപ്പ് വേണം.